നമുക്ക് മനസ്സിലാക്കാവുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഗണിത ജ്യോതിശാസ്ത്ര പഠന മേഖലകൾക്ക് വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. ഇതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ഗണിതശാസ്ത്ര മേഖലയിൽ ഉള്ളത് ഇൻഫിനിറ്റ് സീരീസ്, അനന്തശ്രേണി എന്ന് പറയുന്ന ആ ഗണിതശാസ്ത്ര മേഖലയിലെ സംഭാവനയായിരുന്നു. ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഗണിതശാസ്ത്രത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നു. അത് ഇൻഫിനിറ്റിയെ ഗണിതശാസ്ത്രത്തിലേക്ക് ആവാഹിച്ച് കൊണ്ടുവന്ന മഹാനായിരുന്നു സംഗമഗ്രാമ മാധവൻ എന്നുള്ളത്. പിന്നീട് ഏകദേശം അദ്ദേഹത്തിൻ്റെ കാലത്തിനും 200-300 വർഷങ്ങൾക്ക് ശേഷം ന്യൂട്ടണും ലിബ്നിസും മക്ലോറിനും ടൈലറും ഒക്കെ ഈ വിധത്തിലുള്ള ശ്രേണികൾ കണ്ടുപിടിച്ചിരുന്നു. പിൽക്കാലത്ത് സംഗമഗ്രാമമാധവൻ്റെ ഈ പഠനം ലോകമെമ്പാടും വ്യാപിച്ചപ്പോൾ, ഉദാഹരണത്തിന് ബ്രിട്ടാനിക്ക ഇപ്പോൾ അതിന് പേര് കൊടുത്തത്, ഉദാഹരണത്തിന് മാധവ ഗ്രിഗറി സീരീസ്, മാധവ ന്യൂട്ടൺ സീരീസ്, മാധവ ടൈലർ സീരീസ്, മാധവ മക്ലോറിൻ സീരീസ് എന്നിപ്രകാരമാണ്. എന്ന് മാത്രമല്ല, കാൽക്കുലസ് എന്ന് പറയുന്ന ഗണിതശാസ്ത്ര മേഖലയ്ക്ക് ഒരു തുടക്കം കുറിച്ചതും സംഗമഗ്രാമമാധവന് ആണെങ്കിലും അതിനേറ്റവും ക്ലിയറായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യപരമ്പരയിൽപ്പെട്ട ജ്യേഷ്ഠദേവൻ്റെ യുക്തിഭാഷ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിലാണ്. ജ്യേഷ്ഠദേവൻ ഈ സംഗമഗ്രാമമാധവൻ്റെ ശിഷ്യപരമ്പരയിൽപ്പെട്ട ഒരു ഉന്നത ഗണിതശാസ്ത്ര വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഒറ്റ ചിത്രം പോലുമില്ല. ഒരു ഗ്രന്ഥത്തിൽ ഒരു ചിത്രം പോലുമില്ല എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ്. ഇതെല്ലാം വാചകങ്ങളിലാണ്. അദ്ദേഹത്തിൻ്റെ ചില സിദ്ധാന്തങ്ങളിൽ സൂചിപ്പിക്കുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് ഫങ്ഷൻ, ഡിഫറൻഷിയേഷൻ ഓഫ് ഫങ്ഷൻ മുതലായവയൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്ക് താത്കാലിക ഗതി, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്നുള്ളതിൽ. അത് ഈ ഗ്രന്ഥം യുക്തിഭാഷ ലാറ്റിനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിന് കൊടുത്ത വാക്ക് ഫ്ലക്സിയോൺ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചത്. ഫ്ലക്സിയോൺ. അത്ഭുതം, ന്യൂട്ടണും അതേ വാക്കാണ് ഉപയോഗിച്ചത്. ഫ്ലക്സിയോൺ എന്ന് പറയുന്ന വാക്ക് തന്നെ ഉപയോഗിച്ചത്. ഫ്ലക്സിയോൺ ലെബിനിസും കണ്ടംപററീസ് ആയിരുന്നു. അവർ ഒരേ സമയത്ത് സ്പെയിനിലുള്ള ഒരു ലാറ്റിൻ സ്ക്വയർ എന്ന് പറയുന്നൊരു വീക്കെൻഡിലെല്ലാം സമീപ പ്രദേശങ്ങളിലെ ശാസ്ത്രജ്ഞരൊക്കെ കൂടുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഫെർമ വളരെ പ്രസിദ്ധനാണ്. ഫെർമാസ് തിയറംസ്, ഫെർമാസ് ഫസ്റ്റ് തിയറം, സെക്കൻഡ് തിയറം അങ്ങനെ പ്രസിദ്ധമാണ്. ഫെർമയ്ക്കൊരു അസുഖമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ മാനുസ്ക്രിപ്റ്റൊക്കെ വായിച്ചിട്ട് അത് അദ്ദേഹം കണ്ടംപററി മാത്തമാറ്റീഷ്യനോട് എനിക്കിങ്ങനത്തെ ഒരു ഒരു പ്രോബ്ലമുണ്ട്, എനിക്കതിൻ്റെ സൊല്യൂഷൻ അറിയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതിൽ ആദ്യത്തെ 3 ആൾക്കാർ സോൾവ് ചെയ്യും. നാലാമത്തെ വളരെ പ്രസിദ്ധമായിട്ട് x⁻n + y⁻n is equal to z⁻n is true only for n is less than or equal to 2. x² + y² z² എന്ന് പറയുന്ന പോലെ n more than 2 ആണെങ്കിൽ സംഭവം അത് ശരിയാകില്ല. ഇതിന് പ്രൂഫ് വേണം. ഇതിൻ്റെ പ്രൂഫ് കണ്ടുപിടിക്കാൻ ഏകദേശം 100 വർഷം എടുത്തു ഓയിലർ. പക്ഷേ പ്രൂഫ് കണ്ടുപിടിച്ച് നോക്ക്, അത് ശരിയായില്ല. 1992 ആൻഡ്രൂ വൈൽസ് എന്ന് പറയുന്നൊരു ഗണിതശാസ്ത്രജ്ഞനാണ് ഇതിനൊരു പ്രൂഫ് കണ്ടുപിടിക്കുന്നത്. ഫെർമാസ് ലാസ്റ്റ് തിയറം സിനിമയൊക്കെ വന്നിരുന്നാലും ഇതിലെ ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ x⁻n + y⁻n z⁻n എന്നുള്ള അതിൻ്റെ
ഒരു പ്രോബ്ലം അദ്ദേഹം സ്പെസിഫിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ് സ്ക്വയർഡ് മൈനസ് എ സ്ക്വയർഡ് വൈ സ്ക്വയർഡ് എന്നൊരു സൊല്യൂഷൻ. അതിന് ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് ഉണ്ട്, യുണീക്ക് സൊല്യൂഷൻസ് ഇല്ല. പ്രോബ്ലം ക്യാൻ യു ഫൈൻഡ് ഔട്ട് ഓൾ ദ സൊല്യൂഷൻസ് ഇൻ ദ സൊല്യൂഷൻ ഓഫ് ദിസ് എന്നായിരുന്നു. അതാണ് ഫെർമാസ് പ്രോബ്ലമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ഭാസ്കരാചാര്യരുടെ ബീജഗണിതത്തിൽ 14ാം നൂറ്റാണ്ടിൽ ഒരു എക്സർസൈസാണത്. 11x സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് ഈക്വൽ ടു ബി എ സ്ക്വയർഡ് ഈക്വൽ ടു ബി സ്ക്വയർഡ് എന്നുള്ളത്. അതിനകത്ത് സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്, 10 സ്റ്റെപ്പിൽ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫെർമായ്ക്ക് ഉത്തരം കൊടുക്കാൻ ഓയിലർ ഏകദേശം 100 വർഷം എടുത്തു. ഇതിൻ്റെ അർത്ഥം ഫെർമ ഇന്ത്യൻ മാനുസ്ക്രിപ്റ്റ്സൊക്കെ പണ്ടേ വായിച്ച് ഇത് കാരണം പഠിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിന് കാരണം 14ാം നൂറ്റാണ്ടിൽ പോപ്പിനൊരു ആഗ്രഹം, അവരുടെ പൊതുജനങ്ങളെ മോഡേൺ മാത്തമാറ്റിക്സ് പഠിപ്പിക്കണം. അതിനെ എവിടെ പോയി പഠിപ്പിക്കും? ആരോ പറഞ്ഞ് കേരളത്തിലാണ് നല്ലതെന്ന്. അപ്പോൾ അവിടെ നിന്നൊരു ഒരു പ്രതിനിധിയെ കേരളത്തിലേക്ക് വിട്ടു. കേരളത്തിൽ അദ്ദേഹം സാമൂതിരിയുടെ ഗസ്റ്റായിട്ട് താമസിച്ചു, സംസ്കൃതം പഠിച്ചു, ഇവിടെ നിന്നുള്ള എല്ലാ ഗ്രന്ഥങ്ങളും പഠിച്ച് അത് കൊണ്ടുപോയി. ഇദ്ദേഹം നേരെ റോമിൽ പോയില്ല. അദ്ദേഹം സ്പാനിഷ് സ്ക്വയർ ഉണ്ടാക്കി, അവിടെ ഒരു സെഗ്രിഗേഷൻ ഉണ്ടാക്കി, അവിടെ ആണിതൊക്കെ പ്രചരിപ്പിച്ചത്. അവിടെയാണ് ഈ ഫെർമ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം കേരളത്തിലെ ആൾക്കാർ, ഇന്ത്യയിലുള്ളവരും നമ്മുടെ പുരാതന ഗണിത ശാസ്ത്ര സംഭാവനകൾ നേരത്തെ നന്നായിട്ട് പഠിച്ച് ഗവേഷണം നടത്തിയിരുന്നുവെങ്കിൽ പാശ്ചാത്യർ കണ്ടുപിടിച്ച മിക്കവാറും എല്ലാ സിദ്ധാന്തങ്ങളും നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാമായിരുന്നു. അതിലൊരു ഉദാഹരണമാണ് സോളാർ സിസ്റ്റം, ഈ ഹീലിയോസെൻട്രിക് ആൻഡ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ യുക്തിഭാഷ എന്ന് പറയുന്നത് ജ്യേഷ്ഠദേവൻ എഴുതും ശുദ്ധ മലയാളത്തിലാണ്. അതുവരെ എല്ലാവരും സംസ്കൃതത്തിൽ എഴുതുന്നത്. ഇതിനൊരു ഉദാഹരണം പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇറ്റലിയിൽ ഗലീലിയോ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര സംഭാവനകൾ ശുദ്ധ ഇറ്റാലിയൻ ഭാഷയിലാണ് എഴുതിയത്. ലാറ്റിനിലായിരുന്നില്ല, അന്ന് ലാറ്റിനിൽ എല്ലാവരും എഴുതിക്കൊണ്ടിരുന്നത്. അതുപോലെ ഇദ്ദേഹം. പക്ഷേ ഇപ്പോൾ ആ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലായില്ല. അന്നത്തെ മലയാളം ആകെ കൂടിയുള്ളത് ഇപ്പോൾ ലക്ഷദ്വീപിലുണ്ട്. അതുകൊണ്ട് ആ പുസ്തകം ആധുനിക ഭാഷയിലേക്ക് മാറ്റി, ഇംഗ്ലീഷിലേക്കും സംസ്കൃതത്തിലേക്കും മാറ്റി പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്പ്രിംഗർ വെർലാഗ് അതിൻ്റെ ആ മൂലഗ്രന്ഥവും അതിൻ്റെ ആധുനിക ഭാഷയിലുള്ളതും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ആഗോളതലത്തിൽ സംഗമഗ്രാമമാധവൻ്റെ പഠനത്തിന് ധാരാളം പ്രസിദ്ധി നേടിക്കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗർ വെർലാഗ് 2-3 ഗ്രന്ഥങ്ങൾ എഴുതി അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജാപ്പാനീസ് ഗവേഷണ സംഘം സംഗമഗ്രാമമാധവൻ്റെ പഠനങ്ങളെക്കുറിച്ച് പഠനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ വളരെ കൂലങ്കഷമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇതിന് തീർച്ചയായിട്ടും ഒരു പുരോഗമനം ഉണ്ടാകും. ആധുനിക പാഠ്യപദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിലും വളരെ നന്നായിരിക്കുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.